നമുക്ക് അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഈ എണ്ണയുണ്ട്, ഫിസിക്കൽ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്. ഏകദേശം 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന, ഒരു പരിധിവരെ മാറ്റാൻ സഹായിക്കുന്ന 3ഓളം ആന്റി ഓക്സിഡന്റുകളുള്ള ഈ എണ്ണ, ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ, വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടിയിൽ തലയിൽ തേക്കാം. മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ഈ എണ്ണ തയ്ക്കാത്ത ഒറ്റ ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. സോ യു കെൻ ആൾസോ യൂസ്. നല്ല ഉറക്കം കിട്ടാൻ അത് സഹായിക്കും. നമ്മളെപ്പോഴും ഫ്രഷ് ആക്കി നിലനിർത്താൻ സഹായിക്കണം. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മുടിക്ക്, ഏറ്റവും കൂടുതൽ സ്കിന്നിന് ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ എണ്ണ നമുക്ക് മേല് തേച്ച് കുളിക്കാം. മേല് തേച്ച് കുളിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സ്കിൻ സംബന്ധമായ 14ഓളം അസുഖങ്ങൾ, മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി അല്ലെങ്കിൽ കാര തുടങ്ങി 10-14ഓളം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് ആ പ്രശ്നം മാറിയിരിക്കും. പക്ഷെ ആളുകൾ പലപ്പോഴും ക്ഷമയില്ല. ഇപ്പൊ സൊറിയാസിസ് ഒക്കെ വന്ന ആളുകൾ എണ്ണ നന്നായിട്ട് മേലെ അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊള്ളാൻ പറയാറുണ്ട്. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ആദ്യം ഇതൊന്ന് കൂടുമ്പോൾ അവർ ടെൻഷനാവും. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അസുഖം കൂടി എന്ന് പറയും. അസുഖം കൂടുന്നത് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു ആയുർവേദ ചികിത്സയിൽ നമ്മളൊരു രോഗത്തിനെ മാറ്റാൻ പോകുമ്പോൾ, ചികിത്സിക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം രോഗാവസ്ഥ ഒന്ന് കൂടും, പിന്നീടേ കുറയുള്ളൂ. ഇവിടെ അതുപോലെ തന്നെയാണ്. ശരീരത്തിൽ അഴുക്കൾ ഇത് പുറന്തള്ളും. നമ്മുടെ എല്ലാ മീഡിയവും ക്ലൻസിങ് മീഡിയമാണ്. ക്ലൻസിങ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാണ്, ശുദ്ധീകരണമാണ് നടത്തുന്നത്. അപ്പോൾ ഈ എണ്ണ തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ 700 മില്ലി മതി. കാരണം എണ്ണ പൊഴഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യ എണ്ണകളും ഏകദേശം ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ ഈ എണ്ണ പുകയുന്ന ഊഷ്മാവ് 233-നും 254 ഇടയിലാണ് എണ്ണ പുകയുന്നത്. എണ്ണ പുകയുമ്പോഴാണ് അതിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാവുന്നത്. അത്രയും ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ കുക്കിങ്ങിന് ആവശ്യമില്ലാത്തതിനാൽ ഈ എണ്ണ നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. അപ്പൊ ഏറ്റവും നല്ലൊരു കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് മേല് തേച്ച് കുളിക്കാം, പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം, തലയിൽ തേക്കാം, ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് കമ്പനി പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ. കാരണം പ്രകൃതി ചികിത്സയിൽ പണ്ടുണ്ടായിരുന്ന ഒരു മെത്തേഡാണ് തവിട് കൊടുക്കും. എന്ത് ചികിത്സയ്ക്കും തവിട് കൊടുക്കും, സർവ്വരോഗങ്ങളും മാറും. അപ്പോ പിന്നീട് നമ്മൾ ഇതിനെ ഒന്ന് പരീക്ഷിച്ച് തവിടിന് പകരം നല്ല തവിടെണ്ണ, അതും ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ കൊടുത്താൽ മാറുമെന്ന് പരീക്ഷണം നടത്തി. നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളിലും നമ്മൾ കണ്ടെത്തിയതാണ് ഏകദേശം 34ഓളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ എണ്ണയ്ക്ക് കഴിവുണ്ട്. എന്നാൽ ഒരു മരുന്നല്ല, ഇതൊരു നല്ല ഭക്ഷണമാണ്. കാരണം ഈ എണ്ണയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താ ചെയ്ത് നമുക്ക് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏത് ഭക്ഷണമാണോ പാചകം ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ ആയിട്ട് ടേസ്റ്റ് കിട്ടും. നാച്ചുറൽ ടേസ്റ്റ്. വെളിച്ചെണ്ണയിലും മറ്റു എണ്ണകൾ ഉണ്ടാക്കുമ്പോൾ ആ എണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചാൽ വെറും വയറ്റില്, രാവിലെ വെറും വയറ്റില്, രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുൻപ് കഴിച്ചാൽ ഇത് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ, BP കൺട്രോൾ ചെയ്യാൻ, ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ, എല്ല് തേയ്മാനത്തിന്, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബ്ലോക്കുകളെ പതുക്കെ ഇല്ലാതാക്കാൻ, സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ, അതിന് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആളുകളെ പതുക്കെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ തുടങ്ങി അൽഷിമേഴ്സും പാർക്കിൻസൺസും മെനോപോസ് സിൻഡ്രോം ഉൾപ്പെടെ 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നല്ലത്. ഇതിന്റെ ഒരു പ്യൂരിറ്റിയെ കുറിച്ച് ഒറ്റ വാക്ക്: നിങ്ങളുടെ കണ്ണിൽ ഒരു കുരു വന്നാൽ, കണ്ണിലൊരു കരട് പോയാൽ, ഒരു പ്രാണി പോയാൽ, കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നാൽ 2 തുള്ളി കണ്ണിൽ ഒഴിച്ചോളൂ. എന്നിട്ട് ഒരു കഷ്ണം പഞ്ഞി തവിടെണ്ണയിൽ മുക്കി നമ്മുടെ ആർസിഎം ഹെൽത്ത് ഗാർഡ് ഓയിലിൽ മുക്കി കണ്ണിൽ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നം മാറും. അത് ആദ്യമായിട്ട് പരീക്ഷിച്ചതും ഇത് ആദ്യമായിട്ട് കുടിച്ചു നോക്കിയതും ഞാനാണ്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ, കാരണം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഏകദേശം 13-14 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യുന്നു. ആർസിഎമ്മിന്റെ ഓരോ പ്രൊഡക്റ്റിലും ഇത്രയും ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അത് നല്ലതാണ്. ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്. നമുക്ക് കിട്ടിയ ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ്. കുറച്ചു കാലം നമുക്കത് കിട്ടാനുണ്ടായിരുന്നില്ല. സ്ക്രഞ്ച് കേസർ കണ്ടായി അടിപൊളി പ്രൊഡക്റ്റ്. ഒരു 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ പറ്റും. കാര്യമായിട്ട് ത്രോട്ട് പ്രോബ്ലംസ് ഒന്നും വരില്ല. കാരണം ഇതിലെ ചേരുവകൾ അത്തരത്തിലുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് കുങ്കുമപ്പൂവ്. നമ്മൾ കുങ്കുമപ്പൂവിനെ കുറിച്ച് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. ഗർഭിണികൾക്ക് കുങ്കുമപ്പൂവ് പാലിലിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നിറം വരുന്നുള്ളത്. നിറം വരും മാത്രമല്ല, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് ഏറ്റവും നല്ലതാണ്. ജലദോഷത്തിനും പനിക്കും ആസ്മയ്ക്കും അലർജിക്കും, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും, അവരുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനും, സ്കിൻ ഡിസോർഡറുകൾക്കും ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന കുങ്കുമപ്പൂവ്. ഓഫ് കോഴ്സ് സ്കിന്നിന് നിറം കിട്ടുക സംശയമൊന്നുമില്ല. കാരണം ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലെ
100 ട്രില്യൺ കോശങ്ങളിലും പാസ് ചെയ്യുന്നത് ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കോശങ്ങൾ നന്നാവും, കോശങ്ങൾ നന്നാവും, ശരീരം നന്നാവും, ശരീരം നന്നായാൽ മൊത്തത്തിൽ നന്നാവും. അത്രയേ ഉള്ളൂ. ഇതില് രണ്ടാമത്തെ കണ്ടന്റ് ആണ് ബദാം. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ബദാം എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമണിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പോഷകങ്ങളും ബദാമിലുണ്ട്. ആ ബദാമിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെയുള്ളതാണ് കസ്കസ്. നമ്മൾ അത്ര അധികം കണ്ടുപരിചയമില്ലാത്ത എന്നാൽ ഈയിടെ അല്പം പ്രാധാന്യം കിട്ടി വരുന്ന ഒരു ഉൽപ്പന്നമാണ് കസ്കസ്. അതിന്റെ പ്രത്യേകത ഇറ്റ്സ് ദ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് കസ്കസ് ഉണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോണിലെ ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഏറ്റവും നല്ലൊരു ആരോഗ്യ പാനീയമാണ്. രാവിലെ കഴിക്കാം, ചൂടുള്ള വെള്ളത്തിൽ. പാലിൽ വേണമെങ്കിൽ കഴിക്കാം. നല്ല പാല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാലിൽ കഴിച്ചോളൂ. നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ദിവസം ഇതുകൊണ്ടൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ ഹോൾ ഡേ വിൽ ബി ഫ്രഷ്. പിന്നെയുള്ള കണ്ടന്റ് എന്താണ്? മത്തങ്കുരു. മത്തങ്കുരുവിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതുമായ ഒന്നാണ് ഒമേഗ 3. ആ ഒമേഗ 3 ധാരാളം മത്തങ്കുരുവിലുണ്ട്. ആ മത്തങ്കുരുവിന്റെ എക്സ്ട്രാക്ട് ഇതിലുണ്ട്. ആ മത്തങ്കുരുന്ന് എടുത്ത പ്രോട്ടീൻ നമ്മുടെ ഓൾപ്രോയിലുണ്ട്, നമുക്കറിയാം. അതും വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. ഇതിൽ സിങ്ക് ധാരാളം ഉള്ളതുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് വളരെ ഗുണം ചെയ്യും. അപ്പൊ മത്തങ്കുരുവിന്റെ മറ്റൊരു പ്രത്യേകത, അതൊരു മൗത്ത് അൾസറിനെ മാറ്റാൻ നല്ലതാണ്. വായ്പുണ്ണൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് റെഗുലർലി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പെരിഞ്ജീരകത്തിന്റെ സത്തുണ്ട്. പെരിഞ്ജീരകം നമുക്കറിയാം തൊണ്ടയ്ക്ക് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ ഏലക്കായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകങ്ങൾ അതിലുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലം, അതുപോലെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലത്. കശുവണ്ടി പരിപ്പ്, പിസ്ത തുടങ്ങി ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നു, ഇത് കഴിക്കുന്നു, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു